ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സോൾട്ട് ആൻഡ് പെപ്പർ ചാനലിൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടി ഞങ്ങൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ഒരു കേക്കാണിത്. യൂട്യൂബ് പ്ലേ ബട്ടൺ കേക്ക്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെ നമ്മൾ ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ബേസാണ് എടുക്കുന്നത്. നമുക്കതിന് വാനില കേക്ക് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ മുട്ട പൊട്ടിച്ചത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാനായിട്ട് 1 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/3 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതോടെ ചേർത്ത് നമ്മളൊരു നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീം പോലെ ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു കടായി അല്ലെങ്കിൽ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓവനിലല്ല കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനൊരു ഉരുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമ്മുടെ മിക്സിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് നോക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ടുള്ളൊരു മിക്സ് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇവിടെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ അതിൻ്റെ ഒരു 1/3 ഭാഗം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടുത്ത ബാച്ചായിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് അതുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചേർക്കുമ്പോൾ ഒന്ന് സീവ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. അത് കട്ടയെല്ലാം ഒന്ന് മാറി കിട്ടാനായിട്ടാണ്. ഇതിലൂടെ ചേർത്ത് നമ്മൾക്കൊന്നുകൂടെ നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു വിധം ഒന്ന് ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊന്ന് ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടിപ്പോൾ ഫോൾഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചൊരു മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ മിൽക്കും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ആദ്യം കുറച്ച് മിൽക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആ ബാറ്ററിൻ്റെ ഒരു തിക്നെസ് നമ്മൾ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ബാക്കി മിൽക്കും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്ത് അത് നമ്മൾ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്കിത് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. ഇനി നമ്മളിത് കടായിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് പ്രീ ഹീറ്റ് നല്ലതായിട്ട് ഹീറ്റായിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മുടെ ട്രേ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്കതൊന്ന് കുത്തി നോക്കാം. ഇത് നല്ല ക്ലീനായിട്ടാണ് ടൂത്ത് പിക്ക് കിട്ടുന്നത്. കേക്ക് ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ആവശ്യമുള്ളത്. അതിനെ നമുക്കൊരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പും കൂടെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ കോർണർ കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 4 കോർണർ നമ്മൾ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഈ ഷേപ്പാണ് നമുക്ക് കേക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ പഞ്ചസാര കൂടെ പൊടിച്ച പഞ്ചസാര കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. ഒരു തിക്കായിട്ടുള്ള ക്രീം പോലെ നമ്മൾ ആക്കിയെടുക്കാം. ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് നമുക്ക് ഒരു ടേണിംഗ് സ്റ്റാൻഡിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ വിപ്പിംഗ് ക്രീം കൊണ്ട് മൊത്തം ഈ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ടേണിംഗ് ടേബിൾ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം കമത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ നന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു 30 മിനിറ്റ് ഒന്ന് റെഫ്രിജറേറ്ററിൽ വെച്ച് എടുക്കാം. ആ സമയം നമ്മളിതിലേക്ക് കുറച്ച് ഗണാഷ് ഉണ്ടാക്കാനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെക്കുക. അതിൻ്റെ മേലെ ഒരു ബൗൾ വെച്ച് നമ്മൾ 1 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വരും. ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു 2 സ്പൂൺ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ യൂട്യൂബിൻ്റെ ലോഗോ ഉണ്ടാക്കാനായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു ബട്ടർ പേപ്പർ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ മേലെ വെച്ച് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ബാക്കിയുള്ള ഗണാഷിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് റെഡ് കളറും കൂടെ നമുക്ക് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രീസറിൽ നമ്മുടെ കേക്ക് എടുത്ത് നമുക്കൊരു സ്റ്റാൻഡിൻ്റെ മേലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ മേലേക്ക് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ഗണാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഗണാഷ് നല്ല കേക്കിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ കവർ ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ടോപ്പിലും സൈഡിലെല്ലാം നന്നായിട്ടിത് കവർ ചെയ്യണം. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്ക് നമുക്കൊരു 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതാ 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കേക്കാണിത്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ യൂട്യൂബിൻ്റെ നമ്മുടെ ലോഗോ നമ്മളിതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. ജസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മളുണ്ടാക്കിയ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു പീസ് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ചോക്ലേറ്റും ക്രീമും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതുപോലെ മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.